summary. So see, in the act 1 it is Christmas evening. Okay, Christmas evening aanu. Nora Helmer, a young woman, enters her house carrying packages. A porter delivers a Christmas tree. Nora's husband Torvald, who was in the study, comes out. She shows off the Christmas gifts she has bought for the children. But Torvald scolds her for spending too much and reminds she was very careful last year. എന്താണ് ഇവിടെ നമുക്കറിയാം ഒരു ക്രിസ്മസ് ഈവനിങ് ആണ്. അപ്പോൾ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. പക്ഷേ ഹസ്ബൻഡ് ഹീസ് നോട്ട് ദാറ്റ് ഹീസ് ലൈക്ക് പ്ലേഫുള്ളി സ്കോൾഡിങ് ചസ്റ്റൈസ് ഹർ. ഓക്കെ, then he is also very affectionate towards her, calling her his little skylark and little squirrel, etc. Fine. Okay. That is now ഒരു റിലേഷൻഷിപ്പ് കോച്ച് ഒരു സ്റ്റാറ്റസ് ആണ് അവിടെ അവർ തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് ആണ് അവിടെ കാണിക്കുന്നത്. മീൻസ് she is a very carefree, happy woman with her children and husband. അങ്ങനെ ഒരു രീതിയിലാണ് കാണുന്നത്. Torvald has recently been promoted to bank manager, meaning they can have a better life now. അപ്പം അതുകൊണ്ടാണ് എന്താണ് she is okay with that. That is Torvald is promoted. ഇപ്പോൾ ബാങ്ക് മാനേജർ ആണ് ആര്, her husband Torvald. And then now two people arrived there, that is Mrs. Lind and Dr. Rank. അപ്പോൾ ഡോക്ടർ റാങ്ക് എന്തായാലും ടോർവാൾഡ് ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലാണ് സംസാരം. ദാറ്റ് ഈസ് നോറ ആൻഡ് ലിൻഡ്. മിസ്സസ് ലിൻഡ്, ഹു ഹാസൻറ്റ് സീൻ നോറ ഫോർ 8 years, tells her that she is now a widow hoping to find a job. Nora promises her that she will recommend to Torvald. Nora then reveals a secret, that is അപ്പം ഇവർ ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, ലിൻഡ് എന്ന് പറയുന്ന ഫ്രണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നോറയെ കാണുന്നത്. അപ്പോൾ നോറയെ കാണാൻ വരുന്നതിൻ്റെ ഉദ്ദേശം എത്രയാണ്, ദാറ്റ് ഈസ് ഷീ വോണ്ട്സ് നോറാസ് ഹെൽപ്പ് ടു ഗെറ്റ് എ ജോബ് ഇൻ ദ ബാങ്ക്. അപ്പോൾ ടോർവാൾഡാണല്ലോ മാനേജർ. അപ്പം നോറയോട് പറഞ്ഞു കഴിഞ്ഞാൽ ടോർവാൾഡ് എങ്ങനെയെങ്കിലും ഒരു ജോലി ഒപ്പിച്ച് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് വി വിൽ സീ ലേറ്റർ. സോ നോറ ദെൻ റിവീൽസ് എ സീക്രട്ട് ഷീ ഹാസ് ബീൻ ഹൈഡിങ് ഫ്രം ഹർ ഹസ്ബൻഡ്. She borrowed money in order to finance a trip to Italy that was necessary to save Torvald's life, as he had grown ill. She has paid off the debt in installments, secretly taking jobs and saving money from her allowance from Torvald. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഹസ്ബൻഡിന് വയ്യാതാവുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ് കടം വാങ്ങുകയും ബോറോ ചെയ്യുകയും വേണ്ടി വന്നിട്ടുണ്ട്. ഫെയർ സം ഓഫ് മണി അത് തന്നെ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഒക്കെ ചെയ്യേണ്ടി പറ്റുന്നത് ആർക്കറിയില്ല, ടോർവാൾഡിന് അറിയില്ല. അത് സീക്രട്ട് ആയിട്ടാണ് നോറ വെച്ചിട്ടുള്ളത്. ഓക്കെ, ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, നൗ someone comes, that is Nils Krogstad എന്ന് പറയുന്ന എംപ്ലോയി at the bank arrives and talks to Torvald in Torvald's study. Dr. Rank comes out to talk to Nora and says that Krogstad is morally corrupt. Torvald enters and after a brief conversation with Mrs. Lind says he can give her a job at the bank. Torvald, Mrs. Lind and Dr. Rank exit and then Nora plays happily with her children. അതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. മീൻസ് എന്താണ്, അപ്പോൾ ടോർവാൾഡിനെ കാണാൻ ആരാണ് അപ്പോൾ വരുന്നത്, നീൽസ് ക്രോക്സ്റ്റഡ് ആണ് വരുന്നത്. അപ്പം നീൽസ് ക്രോക്സ്റ്റഡിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഡോക്ടർ റാങ്കിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അപ്പം ലിൻഡിനോട് പറയും ഓക്കെ നിനക്ക് ജോലി ഞാൻ ഒപ്പിച്ച് തരാമെന്ന് പിന്നീട് ടോർവാൾഡ് പറയുമ്പോൾ അങ്ങനെ അവൾ കുട്ടികളായിട്ട് നോറ കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ കളിക്കാനൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ്, Krogstad enters and Nora tells the children to go to their nursemaid and not to tell anyone about Krogstad's visit. It is revealed that Krogstad is a person who Nora borrowed money from. He explains that he is being fired by Torvald and that Nora must stop this happening or else Krogstad will tell everyone her secret. He adds that he has evidence that Nora forged her father's signature to get the debt and he also did forgery that landed him trouble now. രണ്ടുപേരും ഒരേ ക്രൈം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മീൻസ് നോറ ക്യാഷ് വാങ്ങി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ഷീ ഹാസ് ഫോർജ്ഡ് ഹർ ഫാദേഴ്സ് സിഗ്നേച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്
Krogstad exists and Torvald returns. Nora tries to persuade him not to fire Krogstad but is unsuccessful. പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട് നോറ, കാരണം അവളുടെ രഹസ്യങ്ങൾ പുറത്താവാൻ കരുതിയിട്ട്. ബട്ട് ഷി വാസ് ഷി ഫെയിൽഡ് ഇൻ ദാറ്റ് വെഞ്ചർ. നോ, അത് അവിടെയാണ് ആക്ട് 1 തീരുന്നത്. ആക്ട് 2 ബിഗിൻസ് ദ നെക്സ്റ്റ് ഡേ ഓൺ ക്രിസ്മസ് ഡേ. ഓൺ ക്രിസ്മസ് ഡേ, അപ്പം നമുക്ക് ആ ഒരു തലേ ദിവസം, പിന്നെ ആ ക്രിസ്മസ് ഡേയുടെ അന്ന്, പിന്നെ പിറ്റേ ദിവസം, അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. 3 acts. Begins the next day on Christmas, that is on Christmas Day. Nora alone on stage worries about her fate. Mrs. Lind arrives to help Nora turn her costume for a fancy dress ball that is being held on Boxing Day. Boxing Day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത്. നോറ ഈസ് ഡ്രസ്സിങ് ആസ് എൻ ഇറ്റാലിയൻ ഫിഷർ ഗേൾ ആൻഡ് പ്ലാൻസ് ഓൺ ഡാൻസിങ് ടാരൻറ്റെല്ല. അപ്പം അതൊരു പ്രത്യേക തരത്തിലുള്ള ഡാൻസാണ്. ഇപ്പം ടാരൻറ്റെല്ല എന്ന് പറയുന്ന ഒരു ഡാൻസ്, ഇറ്റാലിയൻ സൗത്ത് ടൈപ്പ് ഓഫ് ഡാൻസാണ്, ഒരു ഫോക്ക് ഡാൻസ് പോലെയൊക്കെ ഉള്ളതാണ് ടാരൻറ്റെല്ല. അപ്പോൾ അത് അവൾ കളിക്കാം. അങ്ങനെ ഈ ബോക്സിംഗ് ഡേയുടെ അന്ന് അവർക്കൊരു ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ ആ പാർട്ടിയിലേക്ക് പോകുന്ന ആ സമയത്ത് കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നോറ ഈസ് ഗോയിങ് ടു ബി ഡ്രസ്ഡ് ആസ് ആൻ ഇറ്റാലിയൻ ഫിഷർ ഗേൾ. Mrs. Lind asks to know more about Nora's secret, but Nora refuses to tell her anything for the moment. Torvald enters and Nora tries again to convince him not to fire Krogstad. However, the harder Nora tries, the angrier Torvald gets, and he eventually decides to send Krogstad notice immediately. അപ്പോൾ ഈ നോറ ഇങ്ങനെ ഈ ഒരു സെലിബ്രേഷൻ്റെ സമയത്ത് അവൾക്ക് ഹാപ്പി ആവാൻ കഴിയുന്നില്ല. അവൾ എല്ലാവരുടെയും മുന്നിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ബട്ട് the thing is that she is really tense and she wanted Torvald not to fire him. അപ്പോൾ അതിന് വേണ്ടി അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ടോർവാൾഡിനെ ആംഗ്രി ആക്കുകയും ഉടനെ നോട്ടീസ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. ഓക്കെ, then now Dr. Rank arrives and he is depressed, telling Nora he will die soon. She flirts with him and seems to be considering whether to ask him for money. മീൻസ് കുറച്ച് കാശ് കൂടി ബാക്കി കൊടുക്കാണ്ട്. അപ്പോൾ അത് കൊടുത്താൽ അതങ്ങ് തീർന്നോളല്ലോ എന്ന് കരുതിയിട്ട് ഷീ വാണ്ട്സ് സം മണി ഫ്രം ഹിം. ബട്ട് വെൻ ഹി റിവീൽസ് ദാറ്റ് ഹി ഈസ് ഇൻ ലവ് വിത്ത് ഹർ, നോറ ഗിവ്സ് അപ്പ് ദ ഐഡിയ ഓഫ് ആസ്കിങ് ഹിം ഫോർ ഹെൽപ്പ്. ഓക്കെ, Dr. Rank leaves and Krogstad returns, asking if Nora had told Torvald her secret and telling her his ambition is not only to stay in his position but also to get a promotion as well. എന്താണ് ഇപ്പം ശരിക്ക് ഇതുവരെ അവളൊരു എന്താ പറയുക ഒരു ഭീഷണിപ്പെടുത്തിയെങ്കിലും ശരിക്കും ബ്ലാക്ക് മെയിലിങ് ശരിക്ക് ചെയ്യാണ്. മീൻസ് ഇത് അവൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഫാമിലി ആകെ തകർത്ത് കളയും എന്നുള്ള രീതിയിലാണ് ക്രോഗ്സ്റ്റഡ് ഡീൽ ചെയ്യുന്നത് അവരായിട്ട്. സോ he gets really upset because of the notice. ജോലി പോയില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ക്രോഗ്സ്റ്റഡ് ഇത്രയും ദേഷ്യം. He leaves a letter explaining the secret debt and forgery in Torvald's letter box and exit. എന്താണ് ചെയ്യുന്നത്, ആ ഒരു ക്രിസ്മസ് ഡേയുടെ അന്ന് ഈ ഒരു സംഭവം, ഈ ലെറ്റർ അവിടെ എല്ലാ വിവരങ്ങളും എഴുതിയിട്ടുള്ള ഈ ഫോർജറിയുടെയും സീക്രട്ട് ഡെപ്റ്റിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ലെറ്റർ അവിടെ ടോർവാൾഡ് ബോക്സിലിട്ട് പോവാണ്. ഒരാൾക്കും അതിൻ്റെ കീ ഉള്ളത് ആരുടെ അടുത്താണ്, ടോർവാൾഡിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും അത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ട് ഒരു ആറ്റം ബോംബ് പോലെ. ഓക്കെ, ദെൻ Mrs. Lind returns and Nora explains the situation to her. അപ്പം ഈ ലെറ്റർ അവിടെ ഇട്ട് ഒരു നിവൃത്തിയില്ലാതായപ്പം എന്തായാലും ലിൻഡ് വന്നപ്പോൾ ഫ്രണ്ടാണല്ലോ, അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണെന്നുള്ളത്. Mrs. Lind tells Nora that she and Krogstad used to be in love and asks that Nora distract Torvald while Mrs. Lind attempts to talk to Krogstad. Mrs. Lind leaves. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അപ്പോഴാണ് ലിൻഡ് പറയുന്നത് ഞാനിങ്ങനെ ക്രോഗ്സ്റ്റഡായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഞാനൊന്ന് സംസാരിക്കട്ടെ, എങ്ങനെയെങ്കിലും കുറച്ച് സമയം ടോർവാൾഡിനെ നീ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. നോറ ബെഗ്സ് ടോർവാൾഡ് ടു ഹെൽപ്പ് ഹർ റിഹേഴ്സ് ദ ടാരൻറ്റെല്ല, ടൈപ്പ് ഓഫ് ഡാൻസ്. എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മറന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ കഷ്ടപ്പെടുന്നുണ്ട് നോറ. She dances in a crazed, uninhibited way, puzzling Torvald about what has gotten into her. Mrs. Lind returns, saying Krogstad was not in the town, okay, but that she left him a note. എന്താ കണ്ടിട്ടില്ല, പക്ഷേ was not there, but she left a note for him. അപ്പോൾ the act ends with Nora declaring that she has 31 hours left to live എന്ന് പറഞ്ഞിട്ടാണ് ആ ആക്ട് അവസാനിക്കുന്നത്. ബിക്കോസ് ഷീ ഈസ് അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ. ഇപ്പം ഇത് കത്ത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് നോറ നിൽക്കുന്നത്. ഓക്കെ, നൗ വിൽ ഗോ ടു ദ തേർഡ് പാർട്ട്. നൈറ്റ് ഓപ്പൺസ് ഓൺ ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം.
ആണ് വരുന്നത്. അപ്പം അതിൽ എങ്ങനെയാണ്, ക്രോക്സ്റ്റഡ് കംസ് ടു മീറ്റ് മിസ്സിസ് ലിൻഡ് അറ്റ് ദ ഹെൽമേഴ്സ് ഹൗസ് വൈൽ ദേ ആർ അറ്റ് ദ ബോൾ. അപ്പോൾ ഈ ബോൾ പരിപാടി നടക്കുന്ന സമയത്ത്, ഡാൻസും കാര്യങ്ങളൊക്കെ പാർട്ടി നടക്കുന്ന സമയത്ത് അവിടേക്ക് ആരാണ് വരുന്നത്, ക്രോക്സ്റ്റഡ് മിസ്സിസ് ലിൻഡ് ഓൾറെഡി അവിടെ ഇട്ട സ്ലിപ്പ് അതായിരുന്നു, അവളെ മീറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു, അതാണ് സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ദ ടു ഓഫ് ദം വൺസ് ലവ്ഡ് ഈച്ച് അതർ ബട്ട് ദാറ്റ് ദെയർ റിലേഷൻഷിപ്പ് എൻഡഡ് വെൻ മിസ്സിസ് ലിൻഡ് മാരിഡ് എ റിച്ച് മാൻ ഫോർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു സപ്പോർട്ട് ഹെർ ഫാമിലി. Mrs. Lind suggests that now that their respective spouses have both died, she and Croxton marry so that she can take care of his children and they can live a happier life together. ഒരു രീതിയിൽ രണ്ടുപേരും തുല്യ ദുഃഖിതരാണല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ക്രോക്സ്റ്റഡ്, അതുവരെ ഒരു പ്രതീക്ഷയില്ലാത്ത ക്രോക്സ്റ്റഡ് എങ്ങനെയായിരുന്നു, ഹി ഈസ് ത്രിൽഡ് ആൻഡ് ഓഫേഴ്സ് ടു ആസ്ക് ഫോർ ഹിസ് ലെറ്റർ ടു ടോർവാൾഡ് ബാക്ക്. ഓക്കെ, ആസ് ഹി നൗ റിഗ്രറ്റ്സ് ഹിസ് ഏർലിയർ ആക്ഷൻസ്. അപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായി. പക്ഷേ മിസ്സിസ് ലിൻഡ് ഹവർ ടെൽസ് ഹിം ടു ലീവ്, സെയിങ് ദാറ്റ് ദ ട്രൂത്ത് മസ്റ്റ് കം ഔട്ട്. ക്രോക്സ്റ്റഡ് ലീവ്സ്. അതെന്താണ്, ആ സത്യം എങ്ങനെയായാലും അതറിയണം. കാരണം ലിൻഡ് കുറച്ച് കാരണങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ലിൻഡിന് തോന്നി അതെന്തായാലും ടോർവാൾഡ് അറിയണം എന്ന് തോന്നി. നോറ ആൻഡ് ടോർവാൾഡ് റിട്ടേൺസ് ഫ്രം ദ ബോൾ. മിസ്സിസ് ലിൻഡ് urges നോറ ടു ടെൽ ഹർ ഹസ്ബൻഡ് ദ ട്രൂത്ത് ആൻഡ് ദെൻ ഷീ ലീവ്സ് ആസ് വെൽ. ഓക്കെ, but what happens, Torvald tells Nora how much he desires her, but Nora stubbornly resists his advances. Dr. Rank arrives and talks happily about how much he enjoyed the party, especially the wine. He leaves. അപ്പം ഇത് ഇങ്ങനെ ഒരു ബോൾ കഴിഞ്ഞ് അവർ തിരിച്ച് വരുന്നുണ്ട്. നോറ is somehow she is hiding her tension, her feelings, her problems. Okay, മറ്റുള്ളവർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. Then Torvald discovers 2 visiting cards that Dr. Rank put in his letterbox, indicating that he is about to die. Nora says good night to Torvald and sneaks out to the hall, preparing to escape and commit suicide. എന്താണ്, 2 വിസിറ്റിംഗ് കാർഡ്സ് ഉണ്ടായിരുന്നു, 2 കാർഡ്സ് ഉണ്ടായിരുന്നു, 2 ലെറ്റർ ബോക്സിൽ ഉണ്ടായിരുന്നു. അതെന്താണ്, ഒന്ന് ഡോക്ടർ റാങ്ക് തന്നെ അയാൾ മരിക്കാൻ പോവാന്നുള്ളത് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതും, പിന്നെ അടുത്തത് എന്താണെന്ന് അറിയാമല്ലോ, ക്രോക്സ്റ്റഡ് ഇട്ട ലെറ്ററാണ്. അപ്പം എങ്ങനെയെങ്കിലും അവിടുന്ന് കിട്ടുന്നതിന് മുന്നേ അവിടുന്ന് പോകാമെന്ന് കരുതി നിൽക്കുമ്പോഴേക്ക് however Torvald stops her, having discovered the letter from Croxton. He is furious with her, saying she has ruined his life and that although they will keep living together to preserve appearances, they cannot be happy and he won't let her raise their children. മീൻസ് എന്താണ്, ഇനി ഇത് മുന്നോട്ട് പോയില്ല, അവൾ വഞ്ചകിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ പരമാവധി ചാസ്റ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, then the maid brings a note from Croxton saying he no longer wishes to blackmail Nora. That is the IOU, that is IOU agreement document. ഒരു ഇൻഫോർമൽ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ കടം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മണി ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ മറ്റേ ആൾക്കൊരു ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കൂടി വെച്ചിട്ടാണ് ക്രോക്സ്റ്റഡ് തിരിച്ച് ഈ ഒരു നോട്ട് കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ടോർവാൾഡ് റിജോയ്സസ് സെയിങ് ഹി ഈസ് സേവ്ഡ് ആൻഡ് ദാറ്റ് ഹി ഫോർഗീവ്സ് നോറ. ഓക്കെ, അപ്പം ഇത് കിട്ടുമ്പോൾ അയാളുടെ ടെൻഷൻ പോയി. ടോർവാൾഡ് ഈസ് ഹാപ്പി നൗ. He says that he forgives Nora. However, Nora reveals that she was going to kill herself because she thought that Torvald would step forward and defend her, ruining his life and career. അപ്പം അവൾ പ്രതീക്ഷിച്ചത് ഈവൻ that is her husband would come forward and support her എന്നാണ്. ബട്ട് ഇൻസ്റ്റെഡ് he abandoned her. അപ്പോൾ അതുകൊണ്ട് എന്താണ്, she explained that she has realized that she can no longer live with Torvald, whom she considered to be a stranger to her, and wishes to live in order to discover a sense of who she is. Torvald at first calls her stupid and insane before changing his tone and promising to change so that she will stay. Nora resolute says she must leave. Torvald is left alone on stage in despair. The play ends with the sound of the slam of the front door as Nora exits. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സമ്മറി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങൾ. ദാറ്റ് ഈസ് ദ സമ്മറി ഓഫ് ദ പ്ലേ എ ഡോൾസ്